ദുആയും ആ ദിക്റും ഇന്ന് പഠിച്ചാതെ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. ഒരു ഉപയോഗം വേണമല്ലോ. ക്യാൻസർ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പല വിധത്തിൽ പെട്ടെന്ന് ദുരന്തങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പട്ടിണി കിടന്ന പൊന്നുമോള് മുഖത്ത് പുഞ്ചിരി വരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഒരു ദുആ, ആ ദുആ എന്റെ മണ്ണാർക്കാട് വന്നവരെ ഇന്ന് നമ്മൾ പഠിക്കുക. എന്തിനെന്നറിയോ ചെറുപ്പക്കാരാ, അല്ലാഹു അല്ലാതെ നമുക്കാരുമില്ല പൊന്നുമോനെ. അല്ലാഹു അല്ലാതെ ആരുമില്ല, അല്ലാഹു അല്ലാതെ ആരുമില്ല. സഹായിക്കാൻ, സംരക്ഷിക്കാൻ, സ്നേഹിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ ആരുമില്ല. വാപ്പയ്ക്ക് ക്യാൻസർ രോഗം വന്നപ്പോ ഒരു പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ, ആ വാപ്പയാണ് തന്റെ 3 പെൺമക്കളെയും പഠിപ്പിക്കുന്നത്. മൂത്ത മോൾ അറബിക്കിന്റെ MAക്ക് പഠിക്കുകയാണ്. അറബിക്ക് പഠിക്കുന്ന മോളെ പഠനം നിന്നുപോയി. 2 പെൺകുട്ടികളും മറ്റ് താഴെയുള്ള 2 പെൺമക്കളും നല്ലതുപോലെ പഠിക്കും. അവരുടെ പഠിത്തവും നിന്നുപോയി. ബന്ധുക്കളുമായി പ്രശ്നത്തിലും ഉടക്കിലും ഒക്കെ ആയിരുന്നതുകൊണ്ട് ആരും സഹായിക്കാനില്ല. ഉടക്കിക്കഴിയല്ലേ, ബന്ധങ്ങളെ വലിച്ചെറിയല്ലേ. ഈ വർഷത്തെ എന്റെ ഏറ്റവും പുതിയ വിഷയമാണ് അകലുന്ന ബന്ധങ്ങൾ എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്ത കാലം, ബന്ധത്തിന്റെ വിലയേറിയാത്ത കാലം. താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ശരീരം കടിത്തറപ്പിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞത് 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചതിന്റെ പേരിലാണ്. 2 വർഷം കൊണ്ട് ഒരു ലോറിയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ഒരാൾ വാഹനമോടിച്ച് ക്ഷീണിക്കുമ്പോൾ അടുത്ത ആൾ വാഹനമോടിക്കും. അവരെ പരിചയമുള്ളവർ പറയുന്നു, ചില ദിവസം ഒരാൾ മാത്രമാണ് ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുവരിക, എന്നിട്ട് 2 പേരും കൂടി ഒരുമിച്ച് അതിൽ നിന്ന് കഴിക്കും. അത്ര സ്നേഹമാണ്, അത്ര ഇഷ്ടമാണ്, പരസ്പരം വിശ്വാസം നഷ്ടപ്പെടാത്ത സ്നേഹബന്ധം. പക്ഷേ ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ പാതിരാത്രി താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്ത് ലോറി കൊണ്ട് നിർത്തിയിട്ട് കഴുത്തറത്തിട്ട് ശരീരത്തെയും കഴുത്തിനെയും ആ ചുരത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞ് അന്വേഷണം വന്നു. ആ സഹോദരന്റെ ബോഡി കിട്ടി. കൊടുവള്ളിയിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദേ, ഒന്ന് കാരണമായിരുന്നു. ആ ശരീരത്തിലൂടെ പച്ച പുഴുക്കൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അല്ലാഹുവേ, പടച്ചവനെ, എന്തിന്റെ പേരിലാണെന്ന് അന്വേഷണം നടത്തിയപ്പോ കൂട്ടുകാരന് 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു അത്രേ. 1 കോടി രൂപയും ലോട്ടറിയും കിട്ടാൻ തന്റെ കൂട്ടുകാരനെ, കൂടപ്പിറപ്പിനെക്കാളും സ്നേഹിക്കുന്ന കൂട്ടുകാരന്റെ കടുത്തറുത്ത് കൊല്ലാൻ മനസ്സുവെച്ചല്ലോ. സ്നേഹം നഷ്ടപ്പെട്ടുപോയ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളെ മാറ്റി നിർത്തരുത്. ഒരാവശ്യം വരുമ്പോ ചിലപ്പോ അവരെ കാണുകയുള്ളൂ. പത്രത്തിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, കനിവുള്ളവരെ സഹായിക്കണം. ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. മണ്ണാർക്കാടിന്റെ പരിസരത്ത് കിടന്നുറങ്ങുന്ന അമ്പങ്കുന്ന് വീരാനൂലിയ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞാൻ അമ്പങ്കുന്നിൽ പ്രസംഗിച്ചപ്പോഴല്ലേ ആ സദസ്സിന്റെ മുമ്പിൽ നിന്ന് എന്നെ സംസാരിക്കാത്ത ഒരു കുഞ്ഞ് സംസാരിച്ചത്. അന്ന് ഇവിടെ പലരും ഉണ്ടായിരുന്നു, അബീബാജി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. അന്ന് നമ്മൾ കമ്പനി അല്ലായിരുന്നു, നമ്മൾ അതിനുശേഷമാണ് ലവായത്. നമ്മൾ മക്കത്ത് പോയതിനു ശേഷമാണ് അബീബാജിയും ഞാനും പ്രേമത്തിലായത്. അതുവരെ നമ്മൾ കമ്പനി ഇല്ലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് പോയപ്പോഴാണ് നമ്മൾ ലവായത്, അതുവരെ ഇല്ലായിരുന്നു. അപ്പോ അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോ ഒരു കുട്ടി, അത് അവിടുത്തെ കറാമത്തല്ലേ, അവിടുത്തെ കറാമത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് കനിവുള്ളവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്ന ഗതികേട് അല്ലാഹു തരാതിരിക്കട്ടെ. കാരണം നമ്മൾ സഹിക്കാൻ പറ്റുമോ? ബന്ധങ്ങളില്ലാതെ വരുമ്പോഴാണ് അങ്ങനെ. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നല്ല ബന്ധങ്ങളല്ലെങ്കിൽ സഹായിക്കാൻ ആളുണ്ടാവൂല. കുടുംബക്കാരൊക്കെ 10, 500, 1000 തന്നിട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല. ഈ പ്രിയപ്പെട്ട ഉമ്മ തളർന്നുപോയി. പള്ളികളിൽ പോയി യാചിക്കുകയാണ്. ഒരുപാട് പള്ളികളുടെ മുമ്പ് പോയി താള് വിരിച്ചിരുന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് അറബിക്ക് MA പഠിക്കുന്ന പ്രിയപ്പെട്ട മോള് പറഞ്ഞു, ഉമ്മാ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. വാപ്പാടെ ചികിത്സക്കിന് ഒരാളുടെ മുമ്പിലും നമുക്ക് പോകണ്ട, വാപ്പാടെ ചികിത്സക്കിന് ഒരാളുടെ മുമ്പിലും കൈനീട്ടണ്ട. ഒരു വെള്ളിയാഴ്ച പിരിവിന് പോയിട്ട് ഉമ്മ വന്ന് പൈസ എണ്ണുന്നത് കണ്ടപ്പോ മോള് ഞെട്ടിപ്പോയി.
1000-ഓ 2000-ഓ രൂപ, ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിക്കുന്ന ഭർത്താവിന് വേണ്ടി പൊരിവെയിലത്ത് പള്ളിയുടെ മുമ്പ് പോയിരുന്ന് യാചിച്ചപ്പോ കിട്ടിയതാണ്. നമ്മുടെ നാടെങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ പ്രിയപ്പെട്ട MA-ക്ക് പഠിക്കുന്ന പൊന്നുമോള് നല്ല അറബിയിൽ കൈയെടുത്ത് കൈപുണ്യമുള്ള പൊന്നുമോളാണ്. ആ പൊന്നുമോള് പറയുന്നു, ഉമ്മാ, ഇന്നലെ രാത്രി ഞാനൊരു കടലാസ് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ 99 ഇസ്മുകൾ. യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു, യാ ഖുദ്ദൂസു, യാ സലാമു, യാ മുഅ്മിനു, യാ മുഹൈമിനു, യാ അസീസു, യാ ജബ്ബാറു, യാ മുതകബ്ബിറു, യാ ഖാലിഖു, യാ ബാരിഉ, യാ മുസബ്ബിറു, യാ ഗഫാറു, യാ ഖഹാറു, യാ വഹാബു, യാ റസാഖു, യാ ഫത്താഹു എന്ന് തുടങ്ങുന്ന 99 അല്ലാഹുവിന്റെ പേരുകൾ ഒരു കടലാസിൽ ഞാൻ രാത്രിയിരുന്ന് എഴുതി. ഉമ്മ, ഓരോ പേരെഴുതുമ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞു. ഉമ്മ, എന്തിനാണ് മോളെ നീ അത് ചെയ്തത്? എന്റെ സ്വന്തം കൈയക്ഷരത്തിൽ ഞാൻ എഴുതിയിട്ട്, ഉമ്മ, ഞാൻ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയാണ്. എന്നിട്ട് അതിനെ മനോഹരമായി ബൈൻഡ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് ജനങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ ഉമ്മാടെ കയ്യിൽ തന്നുവിടാൻ പോവുകയാണ്. അതിന്റെ അടിയിൽ ഇതെന്റെ വാപ്പായുടെ ക്യാൻസർ രോഗത്തിന് മരുന്ന് വാങ്ങാനാണെന്ന് അടിയിൽ എഴുതും. ഉമ്മ, വാപ്പയെ ചികിത്സിക്കാൻ ജനങ്ങൾ കാശ് തരും ഉമ്മ. കാരണം ഓരോ പേരെഴുതുമ്പോഴും ഉമ്മാടെ പൊന്നുമോള് ഒരുപാട് കരഞ്ഞിട്ടാണ് എഴുതിയത്. അള്ളാഹുവിന്റെ ഓരോ പേരെഴുതുമ്പോഴും ഉമ്മാടെ പൊന്നുമോൾ ഒരുപാട് പൊട്ടിക്കരന്നിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് അള്ളാഹു കൈവെടിയൂല ഉമ്മ, അള്ളാഹു കൈവെടിയൂല ഉമ്മ എന്നാ പ്രിയപ്പെട്ട പൊന്നുമോള് പറഞ്ഞത്. അള്ളാഹു സഹായിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ, അള്ളാഹു സഹായിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ ആരംഭ റസൂലിന്റെ മുമ്പ് പല പ്രാവശ്യവും വന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പുറത്തിറങ്ങിപ്പോയ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, നിന്റെ ജീവിതത്തിന്റെ സർവ്വകാര്യങ്ങളുടെയും നൊമ്പരങ്ങൾ മാറിക്കിട്ടാൻ ഒരു ദുആ ഞാനിതാ പഠിപ്പിച്ചു തരുന്നു ഫാത്തിമ. പലപ്പോഴും ഞാൻ ദുആ പറയുന്നത് സദസ്സിന്റെ അവസാന സമയത്താണ്. പക്ഷെ ഇന്ന് ഇടയിൽ തന്നെ പറയാൻ പോകുന്നു. എനിക്ക് പേടിയാ, പിരിവ് തുടങ്ങുമ്പോൾ നിങ്ങൾ പോയാൽ മദ്രസയിലപ്പോ നടക്കൂലായിരിക്കും. പക്ഷേ ഈ ദുആ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നഷ്ടമായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടി അതുവാ ഇപ്പൊ തന്നെ പറയാം. സാധാരണ ഇത് അവസാനം പറയാമെന്ന് പറഞ്ഞ് ഞാൻ വെക്കുമ്പോ നിങ്ങളിൽ പലരും പിരിവൊക്കെ തുടങ്ങുമ്പോൾ ഒരു താല്പര്യക്കുറവാണ്. ആർക്ക് താല്പര്യക്കുറവാണെങ്കിലും വെച്ച് ദുആരക്കാം, അള്ളാഹു സഹായിക്കട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, സങ്കടപ്പെടരുത്, തളർന്നു പോകാതിരിക്കാൻ ഞാൻ പറഞ്ഞു തരുന്ന ഈ ദുആ നീ ജീവിതത്തിലൂടെ നീളം കൊണ്ടു നടന്നാൽ മതി. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് നബിയേ? മുത്തറസൂല് പറഞ്ഞു തുടങ്ങുകയാണ്, അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദുആയാണ്. ഗൾഫിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഇത് പറയണേ മണ്ണാർക്കാടുകാരാ. ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോ പറയണേ ചെറുപ്പക്കാരാ. കട തുടങ്ങാൻ ഇറങ്ങുമ്പോ പറയണേ ചെറുപ്പക്കാരാ. രക്തം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ പറയണേ ചെറുപ്പക്കാരാ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ സ്നേഹം നിന്റെ കൽബിൽ തിരിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥന നീ പറയണേ. ആരംഭ റസൂല് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. 3 ഭാഗമായിട്ടാണ് ദുആ. ഒന്നാമത്തെ ഭാഗം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. യാ ഹയ്യു യാ ഖയ്യൂം ഒന്ന് പറഞ്ഞു നോക്ക്. നമുക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടമല്ലേ, ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ അങ്ങ് പോയി നഷ്ടം വന്നു പോകണ്ട. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്ന് പറഞ്ഞാൽ, അല്ലയോ കഴിവുള്ളവനായ ശക്തിയുള്ള അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഈ ദിക്ർ. മഹാന്മാര് മുഴുവനും ചൊല്ലിയിട്ടുണ്ട്. വലിയ വലിയ ഉസ്താദുമാരെ ദുആ ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി നോക്ക്. അത്തിപ്പറ്റ ഉസ്താദിനെ, കോയക്കുട്ടി ഉസ്താദിനെ, സയ്യിദന്മാരെ, തങ്ങന്മാരെ കൊണ്ടുവന്നിരുത്ത്. അവരൊക്കെ ആദ്യം ദുആ തുടങ്ങുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് എന്ന് പറയുന്ന കേൾക്കാം. അത് വെറുതെയല്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തന്റെ നാവിൻ തുമ്പിലൂടെ ലോകത്തിന് സമർപ്പിച്ച മുത്തറസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞുകൊടുത്ത 3 കണ്ടന്റ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗമാണ്
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ്. സഹോദരിമാരൊക്കെ പഠിക്കണം. വലിയ സങ്കടമാണ്. ലോകത്ത് എത്രയോ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്കൊരു ഉപകാരമാകട്ടെ. രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. അസ്ലിഹ് ലീ, അസ്ലിഹ് ലീ, സ്വലാഹിന്റെ അസ്ലിഹ്, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. എന്റെ എല്ലാ കാര്യങ്ങളും നീ ഭംഗിയാക്കി തരണേ അല്ലാ. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ദുആയാണ് പഠിക്കേണ്ടത്. എളുപ്പത്തിലുള്ള ഒരു ഖുൽ ഹുവല്ലാഹും പഠിക്കും, ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹിം പഠിക്കും, പിന്നെ ഒരു ബോധവുമില്ല. അങ്ങനെ ആവരുത്. അപ്പോ അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ ഭംഗിയാക്കി തരണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിന്റെയും ആഖിറ ലോകത്തിന്റെതും. ജോലി, രോഗം, ഭക്ഷണം, സിയാറത്ത്, യാത്ര, പ്രഭാഷണം, നമ്മുടെ സദസ്സുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ വാഹനം, എല്ലാത്തിലും നീ ഖൈറ് തരണം. അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കണേ റബ്ബേ. രണ്ട് ഭാഗമായി. ഒന്ന്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഈസ് അസ്ലിഹ് ലീ ശഅനി കുല്ല. നീ ഒരൊറ്റ വരി കൂടിയേ ഉള്ളൂ. ആ ആദ്യത്തെ രണ്ട് ഭാഗം നിങ്ങൾ മറന്നുപോയാലും ഈ മൂന്നാമത് പറയുന്ന വരി നിങ്ങൾ മറക്കാൻ പാടില്ല. ഈ മൂന്നാമത് പറയുന്ന വരി നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തക്കിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എന്റെ ശരീരത്തിലേക്ക് നീ ഏൽപ്പിക്കരുതേ, തുർഫത ഐൻ, കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും കാര്യങ്ങളൊന്നും നീ എന്നെ ഏൽപ്പിക്കല്ലേ അല്ലാ. ഒരു കാര്യവും എന്നെ കൊണ്ട് പറ്റൂല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല, വിരലനക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല, പ്രസംഗിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ.